സംഘർഷത്തിന് പിന്നാലെ അടച്ചുപൂട്ടിയ താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരുമെന്നാണ് കരിമ്പാലക്കുന്ന് നിവാസികൾ പറയുന്നത്. തങ്ങളുടേത് ജീവന്മാരുടെ പോരാട്ടമാണെന്നും സംസ്കരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് കുറച്ചതുകൊണ്ട് കാര്യമില്ലെന്നും ജനങ്ങൾ പറയുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്നും സമരക്കാർ വിമർശിച്ചിട്ടുണ്ട്. VS രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. വലിയ സമരവും സംഘർഷവും ഒക്കെ ഉണ്ടായിട്ടും ഫ്രഷ് കട്ട് ഫാക്ടറി ഇന്ന് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഫാക്ടറിയുടെ ദുർഗന്ധം കൊണ്ടും ആ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം കൊണ്ടും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കരിമ്പാലക്കുന്ന് പ്രദേശത്താണ്. അപ്പോൾ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തോടുകൂടി ഈ കരിമ്പാലക്കുന്ന് പ്രദേശത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇത്രയൊക്കെ അനുഭവിച്ചപ്പോൾ ഇനിയിപ്പോൾ അത് പറ്റൂല, തീരെ തുറക്കണ്ട, അതേല ഞങ്ങൾക്ക് പറയാൻ പറഞ്ഞില്ല. ഇപ്പോൾ കുറഞ്ഞ അളവിലാണെന്നാണ് പറഞ്ഞത്. ടണ്ണൊക്കെ കുറച്ച് ആ മാലിന്യം കുറച്ച് ഉണ്ടായ ഇവിടെ പറയുകയുള്ളൂ, അതുപോലെ പറയുകയുള്ളൂ, അതിൻ്റെ ഇരട്ടിക്ക് വിടുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഒന്ന് ചെന്നാൽ തന്നെ അതിൻ്റെ ഇരട്ടിക്ക് വിടുകയുള്ളൂ. ഒന്ന് ചെന്ന് ഓരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടിക്ക് വിടുകയുള്ളൂ. അത് വെറുതെ പറയാം. കുറേ കാലം അനുഭവിക്കുന്നത് 6 കൊല്ലമായി അനുഭവിക്കുന്നു. സർക്കാർ നമ്മളെ കൂടാണ് ഇത് എന്നോ നിർത്തിക്കളയണം. 6 കൊല്ലമായി ഞങ്ങൾ നടക്കുന്നു. ഞങ്ങൾ സമരവുമായിട്ട് എത്ര കാലമായി ഞങ്ങൾ 6 കൊല്ലമായി ഞങ്ങൾ കലക്ട്രേറ്റിൽ പോയി, എല്ലാ കട്ടിപ്പാറ പഞ്ചായത്തിൽ പോയി, അടക്കം ഞങ്ങൾ പോകുന്നതാ. അപ്പോൾ ഓല് ഞങ്ങൾക്ക് അനുകൂലിയാണെങ്കിൽ ഇതെന്നോ നിർത്തിക്കളയണം. ഓല് പിന്നെ ടെന്ന് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഓൽക്ക് കിട്ടപ്പോര് കുറയും, ഓൽക്ക് പൈസ വരാനാവില്ല. കൊട്ടാരക്കോത്ത് പ്ലാന്റ് തുടങ്ങാൻ നോക്കിയിട്ട് അതിൻ്റെ മുഖ്യ കണ്ണി വരാണ് സമരത്തിന് മുന്നിൽ നിന്നത്. വീണ്ടും സമരം നടത്താൻ പോവാന്ന് പറയും. ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ ഒരുമിച്ച് നിൽക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കും. ഇനിയും ഞങ്ങൾ സമരം ചെയ്യും, അത് ഉറപ്പാണ്. കാരണം അവരിനി എത്ര മണം കുറയും എന്ന് പറഞ്ഞാലും മണം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം ഇത്ര കാലം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇൻഹേലർ വലിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ശ്വാസം മുട്ടായിട്ട് എനിക്കൊക്കെ ചൊറിച്ചിലൊക്കെ രാവിലെ എണിച്ച തുമ്മല, ഒരു രക്ഷയില്ല. ആരോടെ പറയണത്? ഇപ്പോൾ ആരോടെ പറയണത്? നമ്മൾ ഞങ്ങൾ പോലീസ് പരിശോധന ഉണ്ട് അവിടെ. പോലീസ് പരിശോധന ആദ്യത്തെ മൈറ്റിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിക്കാനുള്ളൊരു പോരാട്ടമാണ്. അല്ലാതെ ഇതിൽ ഞങ്ങൾ പ്രത്യേക നേട്ടങ്ങളോ വേറൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഞങ്ങൾ സന്ദർശിക്കാൻ വന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും പ്രത്യേക അജണ്ട ഉണ്ട്. കാരണം ഇവരെല്ലാം മൗനമായിട്ട് അവരുടെ കൂടെയാണ്. ഫാക്ടറി പൂട്ടുകയോ അല്ലെങ്കിൽ ആ പുഴയുടെ തീരത്തുനിന്ന് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ടുണ്ടാകും. അത് ഒരു റെഡ് കാറ്റഗറിയുള്ള ഒരു സ്ഥാപനം പുഴതീരത്താണ് അതിന് അനുമതി കൊടുത്തത്. ഈ ഒരു സർവ്വശിവപ്പെടുത്ത് നടന്നു. ഈ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെയും ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. എന്തുകൊണ്ട് അവരാരും ചോദിച്ചില്ല ഈ പുഴതീരത്ത് ഇതിനെങ്ങനെ ലൈസൻസ് കിട്ടിയത്? അവിടെ ഫാക്ടറിക്ക് വേണ്ടി സംസാരിക്കുകയും പുറത്തു വന്ന് ജനങ്ങൾ കൂടെയാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സമീപനമാണ് എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങൾ സമരരംഗത്തുണ്ടാകും. അത് ഒരു ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഫാക്ടറിയിൽ കുറഞ്ഞ അളവിലാണെങ്കിൽ കൂടി ഈ കരിമ്പാലക്കുന്നിൻ്റെ പ്രദേശത്തെ ആ ദുർഗന്ധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്.